അവരിവിടെ ഉണ്ടാവല്ലോ അല്ലേ? ചേച്ചി, ഇനിയൊരു അവധി അനുവദിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ എന്തായാലും 2 ദിവസം ഇറങ്ങി തന്നേ പറ്റും. മോളെ, ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി തരണം. സുഖമില്ലാത്ത ഈ മനുഷ്യനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? ഇവിടുന്ന് ഇറങ്ങിയാ പോവാ. ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല. ഞങ്ങൾക്ക് ബാങ്കിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ചേ പറ്റുള്ളൂ. പൈസ അടക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ജപ്തി എന്തായാലും നടക്കും. ഇവരെ പേപ്പേഴ്സ് ഒക്കെ റെഡി ആയതാണല്ലോ അല്ലേ? ഒരു മിനിറ്റ് മോളെ. പ്രൊസീജിയേഴ്സ് ഞങ്ങളുടെ മോളോട് കുറച്ച് പൈസ ചോദിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അവള് വിളിച്ചിട്ട് കിട്ടുന്നില്ല. സാറൊന്ന് വിളിച്ചു നോക്കൂ. അവർ ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ഭക്ഷണം കൊടുത്തിട്ട് വരുന്നു. ഇപ്പൊ വരെ നോക്ക്, ഇങ്ങനെ കിടന്നാലോ? എന്തേലും കഴിക്കാം. ഏട്ടാ, അയ്യോ ഏട്ടാ. പേടിക്കാനൊന്നുമില്ല, ഷുഗർ ഒന്ന് ഡൗൺ ആയതാ. ശരത്തേ, ഫോണിലാരാ നോക്കിയേ? നിന്റെ അമ്മയാ? എടുക്കട്ടെ? വേണ്ട വേണ്ട, എടുക്കണ്ട. ഹലോ, നിമിഷയല്ലേ? അതെ, ആരാ? ആ നിമിഷ, ഞാൻ ബാങ്കിൽ നിന്ന് മാനേജറാണ് വിളിക്കുന്നത്. നിങ്ങളുടെ വീട് ജപ്തിയിലാണുള്ളത്. ക്യാഷ് അടക്കേണ്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അതിന് ഞാനിപ്പോ ആ വീട്ടിലല്ലല്ലോ താമസം. മാത്രല്ല എന്റെ അത്ര ക്യാഷ് ഒന്നും എടുക്കാനില്ല. പിന്നെ ഞാനായിട്ട് വരുത്തി വെച്ച കടമൊന്നുമല്ലല്ലോ, അവരായിട്ട് ഉണ്ടാക്കിയല്ലേ. അത് അവര് തീർക്കട്ടെ. പിന്നെ മേലെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അത് അവരോടൊന്ന് പറഞ്ഞു. ഫോൺ സ്പീക്കറിലിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതല്ല, അവൾ എടുക്കാത്തതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാ. കടബാധ്യത ഒന്നും ഇല്ലാതെയാണ് സാറേ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്. അവളുടെ കല്യാണത്തിനും പഠിപ്പിനും ഒക്കെ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കടമെടുത്ത് അവൾക്ക് ഏറ്റവും നല്ലത് വാങ്ങിച്ചു കൊടുക്കണം, ഏറ്റവും മികച്ചത് കിട്ടണം എന്നുള്ളത് അവളുടെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതും ഞങ്ങൾ വീട്ടിയേനെ. പക്ഷെ പണിസ്ഥലത്ത് നടന്നൊരു അപകടത്തിൽ ഞങ്ങൾ എല്ലാ താളവും തെറ്റി. ചേച്ചി, ജപ്തി ചെയ്യാതെ ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ഞങ്ങൾക്ക് ബാങ്കിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ചേ പറ്റൂ. 2 ദിവസത്തിനകം ജപ്തി നടക്കും. ഞങ്ങൾ ഇറങ്ങി. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പൂട്ടിക്കിടക്കുന്ന ഒരു വീടുണ്ട്. എൻ്റെ തറവാട് വീടാ. വലിയ സൗകര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അവിടെ താമസിക്കാം. വാടകക്കാരായിട്ട് വേണ്ട.